ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ഈ ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാം കേട്ടോ. പിന്നെ ഞാനും മമ്മിയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വേറെ ഒന്നല്ല കുറച്ച് പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് വേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അകത്തേക്ക് കയറുമ്പോൾ കഴിഞ്ഞ ദിവസം എലിക്കണിയിൽ ഒരു തുരപ്പം പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തുരപ്പനൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ നിന്നിട്ട് മമ്മി പറഞ്ഞു ഏറ്റവും നമുക്ക് വലിയ തട്ടിൽ ഒഴിച്ചിട്ട് പിന്നെ കുഞ്ഞ് തട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് വലിയ തട്ടിൽ ഞാനും മമ്മിയും കൂടി ഇഡ്ഡലി ഉണ്ടാക്കാൻ നിന്നു. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ കുഞ്ഞ് തട്ടിൽ ഒഴിച്ചപ്പോഴാണ് മനസ്സിലായി നല്ല പ്രകടനി പിടിച്ച പണിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ടീസ്പൂൺ പോലും മാവ് നമുക്ക് കോരി വീഴ്ത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത് അടർത്തിയെടുക്കുന്ന സമയത്തായാലും നമുക്ക് ടീസ്പൂൺ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അടർത്തിയെടുത്തത്. അപ്പോൾ നല്ല പ്രകടനം പിടിച്ച പണിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ട്രിപ്പ് മാത്രം കോരി വീഴ്ത്തിട്ട് അതങ്ങനെ തന്നെ എടുത്തു വെച്ചു കൂട്ടാ. പിന്നെ ചട്നി അരയ്ക്കാൻ നിന്നു. ചട്നി അരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടാ ചട്നി അരയ്ക്കാൻ പ്രത്യേക രുചിയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. എപ്പോഴും ചട്നി അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും ചട്നിക്ക്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയില്ല, വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. വേറെ ഒന്നല്ല, ചെറുവക സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് കുറേ ബോട്ടിലിൽ നിരത്തി വെക്കാണ്ട് നമുക്ക് ചെറിയൊരു സ്പേസ് മതി നീറ്റായിട്ട് വെക്കുകയും ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.